പുതിയ ലാപ്ടോപ്പ് വാങ്ങുന്ന കസ്റ്റമേഴ്സിനൊക്കെ ഉള്ളൊരു പരാതിയാണ് ബാറ്ററി ബാക്കപ്പ് വളരെ കുറവാണെന്നുള്ളത്. അത് പല രീതിയിലും വരും. സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കറക്റ്റ് അല്ലാത്ത കസ്റ്റമേഴ്സിനൊക്കെ അതേപോലെ ബാറ്ററി ബാക്കപ്പ് വളരെ കുറവായിട്ടേ കിട്ടുള്ളൂ. അതിന് പുറമെ സെറ്റിങ്സിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയപ്പോലും നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പിൽ കൂടുതൽ ബാക്കപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സെറ്റിങ്സ് എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം സ്റ്റാർട്ടിൽ പോയിട്ട് പവർ എന്നടിക്കുക. പവർ എന്നടിക്കുമ്പോൾ തന്നെ ചൂസ് എ പവർ പ്ലേ എന്ന് കാണും. അത് ക്ലിക്ക് ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ ചൂസ് വാട്ട് ക്ലോസിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിനുശേഷം ഇത് ഡിഫാൾട്ടായിട്ട് ടിക്കിലേക്കാണ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ആ ടിക്ക് ഒഴിവാക്കണം. അപ്പോൾ ചൂസ് സെറ്റിങ്സ് എടുത്തിട്ട് ടിക്ക് ഉണ്ടെങ്കിൽ ടിക്ക് ഒഴിവാക്കുക, സേവ് സെറ്റിങ്സ് കൊടുക്കുക, താഴത്ത് കാണുന്നുണ്ടാവും. അതിനുശേഷം ഈ ചേഞ്ച് പ്ലാൻ സെറ്റിങ്സ് എടുക്കുക. അതിൽ ചേഞ്ച് അഡ്വാൻസ്ഡ് പവർ സെറ്റിങ്സ് ഉണ്ടാവും. അതിൽ സ്ലീപ്പ് നോക്കുക. അലോ വെയിറ്റ് ടൈമേഴ്സിൽ രണ്ടും ഡിസേബിൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. ബാറ്ററിയും പ്ലഗിനും രണ്ടും ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. വീണ്ടും സ്റ്റാർട്ടിൽ വന്നിട്ട് USB സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിൽ ബാറ്ററി സേവർ ഓൺ ആയിരിക്കും ഡിഫാൾട്ടായിട്ട് വരിക, അത് ഓഫാക്കി ഇടുക. ജസ്റ്റ് ക്ലോസ് ചെയ്ത് അതിനുശേഷം ജസ്റ്റ് സ്റ്റാർട്ട് പോയിട്ട് ഡിവൈസ് മാനേജർ എടുക്കുക. ഡിവൈസ് മാനേജർ മൈ കമ്പ്യൂട്ടറിൻ്റെ മാനേജർ പോലെ ഡിവൈസ് മാനേജർ കിട്ടും. എങ്ങനെയെങ്കിലും ഡിവൈസ് മാനേജർ എടുക്കാം. അതിൽ ഡ്രൈവേഴ്സിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. ആ ഡ്രൈവേഴ്സിൽ പോയിട്ട് നമ്മൾ ബാറ്ററിൻ്റെ ഇത് കാണും, ബാറ്ററിൻ്റെ ഡ്രൈവർ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ രണ്ട് ഡ്രൈവറും ജസ്റ്റ് അൺഇൻസ്റ്റാൾ ചെയ്യുക. രണ്ട് ഡ്രൈവർ അൺഇൻസ്റ്റാൾ ചെയ്യുക. അത് നമ്മൾ റീഫ്രഷ് അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് വരികയും ചെയ്യും. ജസ്റ്റ് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സെറ്റിങ്സും കാര്യങ്ങളും കഴിഞ്ഞു. ജസ്റ്റ് ശേഷം സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ ബാറ്ററി ബാക്കപ്പ് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് ജസ്റ്റ്